താജ്മഹൽ 3 വട്ടവും റെഡ് ഫോർട്ട് 2 വട്ടവും സായിപ്പന്മാർക്ക് വിറ്റ ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിനു പുറമെ രാഷ്ട്രപതി ഭവൻ പോലും ഇന്ത്യയിലെത്തിയ ടൂറിസ്റ്റുകൾക്ക് അദ്ദേഹം വിറ്റ് കാശാക്കിയിട്ടുണ്ട്. തട്ടിപ്പുകാരിലെ കിരീടം വെക്കാത്ത രാജാവായ ഒരു മനുഷ്യൻ. പേര് മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ. എന്നാൽ തട്ടിപ്പ് ലോകത്ത് അയാൾ അറിയപ്പെടുന്ന പേര് നട്വർലാൽ. ടാറ്റ, ബിർള, മിത്തൽ, അംബാനി മുതലായ പല പ്രമുഖ സമ്പന്നരും അദ്ദേഹത്തിന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. നട്വർലാൽ എന്ന പേരിന് പുറമെ വേറെയും നിരവധി പേരുകൾ മാറ്റിയാണ് അദ്ദേഹം തന്റെ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. ബീഹാറിലെ സിവാൻ ജില്ലയിലെ ബാങ്ക്ര ഗ്രാമത്തിലാണ് നട്വർലാൽ ജനിച്ചത്. അഭിഭാഷക ബിരുദ പഠനമൊക്കെ പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് തട്ടിപ്പിന് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. 21ാമത്തെ വയസ്സിൽ ഇന്ദ്രപ്രസ്ഥ ഓട്ടോമൊബൈൽസ് എന്ന കമ്പനിയുടെ പ്രൊപ്പറേറ്റർ എന്ന വ്യാജേന അയാൾ കമ്പനിയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത് 19 ലക്ഷം രൂപയാണ്. അന്നത്തെ 19 ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ കോടിക്കണക്കിന് രൂപയുടെ മതിപ്പുണ്ട്. കയ്യൊപ്പുകൾ ഒരൊറ്റ വട്ടം കണ്ടാൽ അതിനെ അതുപോലെ 1 മില്ലിമീറ്റർ പോലും മാറ്റമില്ലാതെ പുനഃസൃഷ്ടിക്കാൻ നട്വർലാലിന് സാധിക്കുമായിരുന്നു. വ്യാജ ഒപ്പിട്ട് 1000 രൂപ അടിച്ചു മാറ്റിയതാണ് നട്വർലാലിന്റെ പേരിലുള്ള ആദ്യത്തെ കുറ്റം. മുൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന്റെ മുതൽ ധിരുഭായ് അംബാനിയുടെ വരെ ഒപ്പുകൾ ലാൽ അനുകരിച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചന്റെ മിസ്റ്റർ നട്വർലാൽ എന്ന ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നട്വർലാൽ എന്ന പേര് പോലും അയാൾ സ്വീകരിച്ചത്. മുത്തശ്ശി കഥകളിലെ തട്ടിപ്പുകാരന്മാരുടെ വീരസാഹസങ്ങളും അയാളെ ആകർഷിച്ചു. പല പ്രമുഖരും നട്വർലാലിന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. 8 സംസ്ഥാനങ്ങളിൽ നട്വർലാലിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 50ലധികം പേരുകളിൽ അയാൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. 1956 മീററ്റിൽ വെച്ചാണ് നട്വർലാലിനെ ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത്. 10 മാസം കഴിഞ്ഞപ്പോൾ അയാളെ ലക്നൗ ജയിലിലേക്ക് മാറ്റി. എന്നാൽ ജയിലറുടെ വേഷം ധരിച്ച് നട്വർലാൽ വളരെ സിമ്പിളായി ജയിൽ ചാടി. അതിന് സഹായിച്ച ഗാർഡിന് അന്ന് അയാൾ 10,000 രൂപ കൈക്കൂലിയും നൽകി. പക്ഷേ 10,000ന്റെ കെട്ട് അഴിച്ചു നോക്കിയപ്പോഴാണ് ഗാർഡിനും താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. നട്വർലാൽ പിന്നീടും പലതവണ അറസ്റ്റിലാവുകയും പോലീസിനെ പറ്റിച്ച് മുങ്ങുകയും ചെയ്തു. അവസാനമായി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നട്വർലാലിന് 84 വയസ്സായിരുന്നു പ്രായം. ആകെ 117 വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധിച്ചുവെങ്കിലും 20ൽ താഴെ വർഷം മാത്രമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. 1996 ജൂൺ 24-ന് പോലീസ് എസ്കോർട്ടോടെ കാൺപൂർ ജയിലിൽ നിന്ന് എയിംസിൽ ചികിത്സയ്ക്ക് പോകും വഴിയിൽ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരെ വെട്ടിച്ച് ഒരിക്കൽ കൂടി അയാൾ രക്ഷപ്പെട്ടു. പിന്നെ ആരും നട്വർലാലിനെ കണ്ടിട്ടില്ല. ജീവിതം പോലെ തന്നെ അയാളുടെ മരണവും ഏറെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. 2009 ജൂലൈ 25-ന് മരണപ്പെട്ടുവെന്ന് വക്കീലന്മാരും 1996-ൽ മരണപ്പെട്ടുവെന്ന് സഹോദരൻ ഗംഗാപ്രസാദ് ശ്രീവാസ്തവയും അവകാശപ്പെടുന്നുണ്ട്. ഇതിന് പിന്നിലെ സത്യമെന്തെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. തൽക്കാലം നട്വർലാലിന്റെ കേസ് ക്ലോസ് ചെയ്ത് മിണ്ടാതിരിക്കുകയാണ് UP, ബീഹാർ സർക്കാരുകൾ. ബീഹാറിലെ തന്റെ ജന്മസ്ഥലത്ത് ജനങ്ങളെ കൈയയച്ച് സഹായിച്ചിരുന്നത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് മഹാനായ ഒരു മനുഷ്യനായാണ് കണക്കാക്കിയിരുന്നത്. സത്യത്തിൽ അവിടുള്ളവർക്ക് അദ്ദേഹം ഒരു കായംകുളം കൊച്ചുണ്ണി തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു റോബിൻഹുഡ്. മറ്റൊരു രസകരമായ വാർത്തയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.